അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നാളെ നടക്കുന്ന 3ാം ക്ലാസ് ലിസാനുൽ ഖുർആനിന്റെ മോഡൽ ചോദ്യപേപ്പറും ആൻസറും അതുമായി ബന്ധപ്പെട്ട വിശദീകരണമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഈ വീഡിയോ കേൾക്കുമ്പോൾ എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് തുറന്നു വെച്ചുകൊണ്ട് കേൾക്കേണ്ടതാണ്. ഒന്നാമത്തെ ചോദ്യം, നൂസിലു ബിൽ മുനാസിബ്, ബ്രാക്കറ്റിൽ നിന്ന് യോജിച്ചവ ചേർക്കുക. ഇവിടെ ചോദ്യോത്തരത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട, നാളത്തെ പരീക്ഷയ്ക്ക് ലിസാനുൽ ഖുർആനിലെ ആദ്യത്തെ 4 പാഠങ്ങളാണ് പരീക്ഷയ്ക്ക് പഠിക്കേണ്ടത്. 1ാം പാഠത്തിന്റെ തുടക്കത്തിലുള്ള ദുആ അത് പരീക്ഷയ്ക്ക് ഉണ്ടാവില്ല. ഒന്നാമത്തെ ചോദ്യം, ബ്രാക്കറ്റിൽ നിന്ന് ശരിയായ ഉത്തരം എടുത്ത് എഴുതുക. ബ്രാക്കറ്റിൽ ഹുവ എന്നുണ്ട്. ഹുവ എന്ന് പറഞ്ഞാൽ അവൻ ഒരു പുരുഷൻ. ഹുമാ അവ 2 പുരുഷന്മാർ ഉപയോഗിക്കും, 2 സ്ത്രീകൾക്ക് ഉപയോഗിക്കും. ഹും എന്ന് പറഞ്ഞാൽ അവർ ഒന്നിൽ കൂടുതൽ പുരുഷന്മാർ. ഹുന്ന എന്ന് പറഞ്ഞാൽ ഹും എന്ന് പറഞ്ഞാൽ 2ൽ കൂടുതൽ പുരുഷന്മാര്, ഹുന്ന 2ൽ കൂടുതൽ സ്ത്രീകൾ. ആദാ ഇബ്നുൻ, ഇവിടെ ഇബ്ൻ എന്ന് പറഞ്ഞ ഒരു കുട്ടിയേ ഉള്ളൂ, ഒരു ആൺകുട്ടി. അപ്പോൾ അവിടെ ഹുവ ദാരിസൻ, അവൻ വിദ്യാർത്ഥിയാണ് അല്ലെങ്കിൽ പഠിക്കുന്നവനാണ്. ഒന്നാമത്തെ ഉത്തരം ഹുവ. 2 ഹാവുലായി ബനാത്തുൻ, അവർ പെൺകുട്ടികളാണ്. അവിടെ പെൺകുട്ടികൾ കുറെ കുട്ടികളുണ്ട്. അപ്പൊ ഹുന്ന ദാരിസാത്തുൻ എന്നാണ് എഴുതേണ്ടത്, അവർ പഠിക്കുന്നവരാണ്. ഹാദാനി ഇബ്നാനി, ഇത് 2 ആൺകുട്ടികളാണ്. അപ്പൊ 2 ആൺകുട്ടികൾക്ക് ഹുമ എന്ന് ഉപയോഗിക്കണം. ദാരിസാനി, ഹുമാ ദാരിസാനി. 4 ഹാവുലായി അബ്നാവുൻ, അവര് ആൺകുട്ടികളാണ്, കുറെ ആൺകുട്ടികളുണ്ട്. അപ്പോൾ ഹും എന്നാണ് ഉപയോഗിക്കേണ്ടത്, ഹും ദാരിസൂന. 2 നക്തുബുൽ ജംഅ, ജംഅ എഴുതുക, അഥവാ മുഫ്രദ് ഏകവചനം, ജംഅ ബഹുവചനം. ജംഇനെ കുറിച്ച് നമ്മൾ പഠിച്ചിരിക്കുന്നത് ഏത് പാഠത്തിലാ എന്ന് പരിശോധിക്കാം. 15ാം പേജ്, എല്ലാവരും 15ാം പേജ് മറിക്കും. കലമുൻ ജംഅ അക്ലാമൻ, താലിബൻ ജംഅ തുല്ലാബൻ, വറക്കുൻ ജംഅ ഔറാഖൻ, ത്വാലിബത്തുൻ ജംഅ ത്വാലിബാത്തുൻ, ലൗനൻ ജംഅ അൽവാനൻ. 15ാം പേജിൽ ഒരുപാട് മുഫ്രദ് ജംഅ കൊടുത്തിട്ടുണ്ട്. മുഴുവൻ പഠിക്കുക, അതിൽ നിന്ന് 4ഓ 5ഓ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. 3ാമത്തെ നുക്കമ്മിലു ബിൽ മുനാസിബി, യോജിച്ചവ ചേർത്ത് എഴുതുക. ബ്രാക്കറ്റില് 2 ഉത്തരങ്ങളുണ്ട്. ഇവിടെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. ആൺകുട്ടിയെ കുറിച്ച് പറയുകയാണെങ്കിൽ യാ കൊണ്ട് തുടങ്ങുന്ന പദം എഴുതാം, മുലാരിയായ ഫീൽ എഴുതാം. പെൺകുട്ടിയെ കുറിച്ച് പറയുകയാണെങ്കിൽ താ കൊണ്ട് തുടങ്ങുന്ന മുലാരിയായ പദം ഫീല് ഉപയോഗിക്കാം. അങ്ങനെ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 1ാമത്തെ ഡാഷ് വലതു ഇലൽ മദ്രസത്തി, ആൺകുട്ടി മദ്രസയിലേക്ക് പോകുന്നു. അവിടെ ആൺകുട്ടിയെ കുറിച്ച് പറയുന്നതുകൊണ്ട് യദ്അബു എന്ന് കൊടുക്കാം. 2ാമത്തെ വാസിമിൻ ഇൽ ബൈത്തി, 2ാമത്തെ വാസിമ ആൺകുട്ടിയാണ്. അപ്പൊ നമുക്ക് യാ കൊണ്ട് തുടങ്ങുന്ന പദം കൊടുക്കാം, യർജിയോ. 3ാമത്തെ ബിന്ത് പെൺകുട്ടിയാണ്. അപ്പൊ നമുക്ക് താ കൊണ്ട് തുടങ്ങുന്ന മുലാരിയായ ഫീല് കൊടുക്കാം, തത്തവല്ലാവും. അടുത്ത 4ാമത്തെ മാജിദിനെ കുറിച്ച് പറയുന്നത്. മാജിദ് ആൺകുട്ടി ആയതുകൊണ്ട് അവിടെ യാ കൊണ്ട് തുടങ്ങുന്ന മുലാരിയായ ഫീല് കൊടുക്കാം, യസ്മാവും. 5 ഫാത്തിമ പെൺകുട്ടിയാണ്. അപ്പൊ താ കൊണ്ട് തുടങ്ങുന്ന മുലാരിയായ ഫീല് കൊടുക്കുക, തശ്റബു ഫാത്തിമത്തു അശായ. അങ്ങനെയാണ് കൊടുക്കേണ്ടത്. ആൺകുട്ടിയാണെങ്കിൽ യാ കൊണ്ട് തുടങ്ങുന്ന മുലാരിയായ ഫീല്, പെൺകുട്ടിയാണെങ്കിൽ താ കൊണ്ട് തുടങ്ങുന്ന മുലാരിയായ ഫീല് അവിടെ ഉപയോഗിക്കേണ്ടതാണ്. ഈ മുലാരിയായ ഫീലിനെ കുറിച്ച് പറയുന്ന പാഠം
നമുക്ക് പാഠത്തില് കുറെ ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട് മുളാരിയായ ഫീലിനെ കുറിച്ച് പറയുന്നു. ആ ഉദാഹരണങ്ങളൊക്കെ വിദ്യാർത്ഥികള് വായിച്ച് പഠിക്കേണ്ടതാണ്. ഇവിടെ 11-ാം പേജില് പേജ് നമ്പർ 10 ഒക്കെ ഒരുപാട് മുളാരിയായ ഫീലുകൾ പരിചയപ്പെടുന്നുണ്ട്. അതൊക്കെ വായിച്ച് പഠിക്കാം. ഇനി 4-ാമത്തെ ചോദ്യം, നക്തുബുൽ ജവാബ കമാഫിൽ മിസാലി, ഉദാഹരണങ്ങൾ കൊടുത്തിരിക്കുന്നത് പോലെ ഉത്തരം എഴുതുക. മാദാഫിയദിക്ക, നിന്റെ കയ്യിൽ എന്താണ്? അപ്പോൾ അവിടെ ഉത്തരം കൊടുത്തിരിക്കുന്നത് ഫിയദി കിതാബ്, എന്റെ കയ്യില് കിതാബ് ഉണ്ട്. ഇതേപോലെയുള്ള ചോദ്യങ്ങൾ നമ്മുടെ പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 19-ലുണ്ട്. 19-ല് നമ്മൾ പഠിച്ചു മാതാ ഫിയദിക്ക ഫിയദി കിതാബി. അപ്പോൾ അതിനെ മദ്രസത്തുക്ക മദ്രസത്തി ഫിൽ മദീന, കൈഫ ഹാലുക്കി അൽഹംദുലില്ലാ അന ബിഖൈർ, മൻ മഅക മഇ അഖിൽ കബീർ. 19-ാം പേജിലാണ് ഈ ഭാഗം. ഈ ഒരുപാട് 19-ാം പേജിൽ കുറെ ചോദ്യങ്ങളും ഉത്തരങ്ങളും കൊടുത്തിട്ടുണ്ട്. ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാവരും നന്നായിട്ട് പഠിക്കുക. 5 നക്തുബുൽ അസ്ഇല, ചോദ്യം ഉണ്ടാക്കുക. നം ഉഹിബുൽ ഖിറാഅ, അതും 19-ാം പേജിൽ നിന്ന് വന്നതാ ചോദ്യങ്ങളാണ്. അപ്പൊ അതിന്റെ ചോദ്യം ഹൽ തുഹിബുൽ ഖിറാഅ. രണ്ടാമത് ഇഖ്റ സാലിമൻ ഖുർആന, ഇഖ്റ സാലിമൻ അൽ ഖുർആന. അപ്പോൾ അവിടെ നമുക്ക് ചോദ്യം ഉണ്ടാക്കണം. ആ ചോദ്യം ഉണ്ടാക്കണമെങ്കിൽ അത് പേജ് നമ്പർ 20-ല് പറയുന്നുണ്ട്. ആ ചോദ്യങ്ങൾ ഉത്തരങ്ങൾ ഇഖ്റ സാലിമൽ ഖുർആന. അപ്പൊ അതിന്റെ ചോദ്യം മൻ ഇഖ്റൽ ഖുർആന ഇസ്മി ഖദീജ. അതും പേജ് നമ്പർ 21-ല് പറയുന്നുണ്ട്, എന്റെ പേര് ഖദീജയാണ്. അപ്പൊ അതിനോട് അനുയോജ്യമായ ചോദ്യം നമ്മൾ അവിടെ എഴുതി കൊടുക്കണം. എന്താണ്? മസ്മുക്കി എന്നാണ് ചോദിക്കേണ്ടത്. അൽ ഹക്കീബത്തു അല ത്വാവില, ബാഗ് മേശപ്പുറത്താണ്. അതിന്റെ ചോദ്യമുള്ളത് 6-ാം പേജിൽ. അയിനൽ ഹക്കീബത്തു, അൽ ഹക്കീബത്തു അല ത്വാവില, ബാഗ് എവിടെയാണ്? ബാഗ് മേശപ്പുറത്താണ്. അപ്പൊ ഇതിന്ന് മനസ്സിലാക്കേണ്ടത് 6-ാമത്തെ പേജില് കുറെ ചോദ്യങ്ങൾ ഉത്തരങ്ങളുണ്ട്, അത് പഠിക്കാം. പിന്നെ 6-ാം പേജില് മറ്റൊരു ചോദ്യമാണ് ലാലിക്ക ദീക്കുൻ, അതിന്റെ ചോദ്യം അതും 6-ാം പേജിലുണ്ട്. മാ ലാലിക്ക, അതെന്താണ്? പിന്നെ 6-ാം പേജില് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. കുറച്ച് പിക്ചർ എന്നിട്ട് അതിന്റെ എണ്ണ ഇതാ: 1 വാഹിദ്, 2 ഇസ്നാന്, 3 സലാസത്ത്, 4 അർബാത്ത്, 5 ഹംസത്ത്, 6 സിത്തത്ത്, 7 സബാത്ത്, 8 സമാനിയത്ത്, 9 തിസ്അത്ത്, 10 10. എല്ലാ പാടും നന്നായിട്ട് വായിച്ച് പഠിക്കാം. പാടത്തു നിന്നുള്ള ചോദ്യങ്ങളെ ഉണ്ടായിരിക്കുള്ളൂ. ഈ മോഡലായിരിക്കും പരീക്ഷ ഉണ്ടാവുക. എല്ലാവർക്കും ഉന്നതമായ വിജയം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.